നമ്മൾ വീണ്ടും കഴിക്കുന്ന പുതിയ വീട്ടാണ് വന്നിരിക്കുന്നു. നമ്മുടെ റോബ്ലോക്സിലാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് റോബ്ലോക്സ് നിങ്ങൾ കളിച്ചിട്ടുണ്ടാകുന്ന റോബ്ലോക്സിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് വെച്ച് നമ്മൾ അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തായിരുന്നു 20-ൻ്റെ. ഇനി നമുക്ക് 40-ൻ്റെയാണ് ഗൈസ് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ളത്. ഗൈസ് അപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പീഡായിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ലെവൽസൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് നല്ലൊരു തോന്നുന്നുണ്ട്. എനിക്ക് മിക്കവാറും എനിക്ക് നല്ലൊരു തോന്നുന്നുണ്ട് നമുക്ക് മിക്കവാറും കിടക്കാൻ പറ്റുമെന്ന് ഗൈസ്. അപ്പം അവൾ വന്ന് ചുമ്മാ അവളെ കാട്ടിക്കാന്നിരിക്കുന്നു. ഓക്കെ എന്താ പറയുക, എനിക്കുള്ള സമയമാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ കംപ്ലീറ്റ് ആക്കണം സൈസ്. അവൾ ഒറ്റ സ്പീഡിൽ പറന്ന ഗൈസ്. എൻ്റെ മുന്നേ ഗൈസ് നമുക്ക് ഈ വിനയം നമുക്ക് എടുക്കണ്ട. നമുക്ക് അത്യാവശ്യം വീണ്ടും നമുക്ക് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കടക്കാൻ നോക്കാം. പക്ഷേ ഗൈസ് നമുക്ക് ഇതൊന്നും കടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടഫായിട്ടുള്ള സ്ഥലങ്ങളായ നമുക്ക് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവനെ ഞാനൊന്ന് കറക്കട്ടെ. കൊക്കരി കുറുക്കൻ കക്കരി കാർ പണ്ടൊരു കാട്ടിലെത്തി. നമുക്കിപ്പം കുറച്ച് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കടക്കാൻ ഞാൻ മറന്നുപോയി. ഇങ്ങനെ അതും കൂടെ കടത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടെ പിന്നെ എടുക്കാം. കൊക്കരി കണ്ട് കൊതിച്ച് നക്കിൽ വെള്ളം കൊതിച്ച് പണ്ടൊരു കാട്ടിലെത്തി. കൊക്കരി കണ്ട് കൊതിച്ച് നക്കിൽ വെള്ളം കുറിച്ച് പണ്ടത്ത് നോക്കി നിന്നു. നമുക്ക് വേണം വന്നിരിക്കുന്ന ഗൈസ്. ഓടിക്കോ. അത് റെപ്പോ അല്ലേ? അത് സ്മാൻ റെപ്പോ സെറ്റാ സാമ്പാർ സ്പൈഡറും കണ്ടോ റെപ്പോ സെറ്റൻ. നമ്മുടെ റെപ്പോ സെറ്റനും നമ്മൾ കളിക്കണമെങ്കിൽ നമ്മുടെ റെപ്പോ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ ഗെയിംസൊക്കെ. പുള്ളി നല്ല ഗെയിമൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. ഞാൻ ആരും പോകണ്ടാത്ത രീതിയിലാണ് കേസ്. ഞാൻ അവിടെ ഈ ലാവേ നമുക്കൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. എടി കിളവി തള്ള, നിന്നെയൊക്കെ ഞാൻ പിടിക്കോടി റെപ്പൂസേ. എടി റെപ്പൊക്കട്ടാ അക്കിൽ വെള്ളം കൊതിച്ച് പണ്ടൊരൊക്കെ. അവൻ പോകുന്ന പോക്ക് അവൻ റോബക്സ് അങ്ങോട്ട് കൊടുത്താൽ കേസ് അത്രയും സ്പീഡിൽ പോകുന്നത്. നമുക്കൊരു 1K നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് 1K അല്ലല്ലോ. 1 അതൊക്കെ നമുക്കിപ്പോൾ ആക്കാം. നമ്മളിപ്പം ചെടപടിയെന്നിപ്പോൾ നമ്മളാക്കും കേസ്. അത് അപ്പോൾ നമുക്കൊരു വിഷയം നമ്മൾ പൈസ അങ്ങ് പൊട്ടിക്കും. വാരിക്കോര് നമ്മളങ്ങ് പൊട്ടിക്കും. അവൻ്റെ അഹങ്കാരം അനുസരിച്ച് സ്പീഡ് കൂടിയാലും പ്രശ്നമാണ്, സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. അയ്യോ, സ്പീഡ് കൂടിയാലും പ്രശ്നം, സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതിന് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ നേരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ച് ചേർക്കാൻ മറന്നെങ്കിൽ നേരെ ബെല്ലൈക്കൺ അടിച്ച് ചേർക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കേണ്ടതാണ്. അത്രയ്ക്ക് നല്ല സൂപ്പർ ഗെയിമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സൂപ്പർ ഗെയിം. എന്താ പറയാൻ വരിക, അത് ഓടിട്ട് നല്ല പോലെ. ഈ ലെവലൊക്കെ എങ്ങനെ ഞാൻ ഇത്രയും സ്പീഡായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ. നമ്മൾ ഇതിൽ വെള്ളം മുരച്ച് പണ്ടൊരു കാട്ടിലെത്തി. ഇട് അത് കിടക്കണ്ടായിരുന്നടാ. അതിപ്പം നമ്മളങ്ങനെ അതുവരെ പോകുമ്പോൾ സമയത്ത് നമുക്കൊരു 40 കിട്ടിയെങ്കിൽ നമുക്കത് ജയിക്കാമായിരുന്നു എന്നെങ്കിലും പറയാമായിരുന്നു. 40 കിട്ടുന്നില്ല, ഒരു ഉണ്ടായും കിട്ടുന്നില്ല. അതാവട്ടെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് കറങ്ങട്ടെ. ഓടിക്കോ. അതിനകത്ത് മുട്ടാൻ പറ്റത്തില്ലേ? അതെന്തൊരു കളി? അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടോ? അതിനകത്ത് മുട്ടാൻ പറ്റത്തില്ല. ഇവിടെ പൊട്ടിക്കണം എനിക്ക്. അവളൊക്കെ ഒറ്റ റണ്ണി അവൾ ഓടി. അവൾ ചത്തല്ലേ? ഇല്ല ചത്തില്ല. ഒരു സീനുമില്ല. ഒരു 1K ആണ് എൻ്റെ ലക്ഷ്യം. മിസ് 40 കേസ് നമുക്ക് ഇതൊക്കെ കടക്കാൻ പറ്റത്തുള്ളൂ. 40 മറ്റേ റൗണ്ട് കൂടെ നമുക്ക് സ്റ്റേജ് 6 കൂടെ 5 കൂടെ കടക്കാമായിരുന്നു. നമുക്ക് 1K ആവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ടച്ച് ചെയ്തതായിരുന്നു.
ചാടിപ്പിടിക്കണ മോനെ. ഒന്നും കൂടെ പോവാം. പക്ഷെ ഒന്നും കൂടെ പോകുമ്പോൾ മിക്കവാറും അതാവുമെന്നാണ് തോന്നുന്നത് എനിക്ക്. അയ്യോ ജസ്റ്റ് മിസ്സപ്പം ബോൾ എന്നെ തിന്നേനെ. നല്ലത്, ഞാളെ ബ്രേക്ക് പിടിച്ചത് കാര്യമായി. ഓടിക്കും. ഇപ്പം എത്രയാണ് നമുക്ക്? 2K 1.2K. ഇതിപ്പാവും. അതിവിടെ തന്നെ നിന്നാൽ മതി. എന്തിനാ അങ്ങ് വരെ കഷ്ടപ്പെട്ട് പോകുന്നത്? ഇവിടെ നിന്നാലും മതി. നമുക്ക് 1Kക്ക് ഇപ്പം പറ്റത്തില്ലെന്തോ. എനിക്കിനി വാങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നോ മണിയാ. മാങ്ങാത്തൊലി പിടിയിടാ. നീ പിടിച്ചങ്ങ തോല അല്ലേ. ഏഷ്യൻ അവിടെ നിൽക്കുന്ന സേഫ്. അവളെ നമ്മുടെ അവളുടെ അതൊക്കെ കൊള്ളാം. അത് അവള് റോബക്സ് എടുത്ത് വാങ്ങുന്നതാണ്. അച്ചടിച്ച് ചത്തല്ലൂടാ നമ്മളെ. പിന്നെ എന്തൊക്കെയുണ്ട്? അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഫ്രീ ആയിട്ട് ക്ലൈം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ പോയി. സെറ്റിങ്സിൽ കയറി അതൊന്നും വേണ്ട. പിന്നെ എന്തു അവളങ്ങനെ ആക്കി? റീബർത്തിന് സമയമായില്ലല്ലോ. സ്പീഡ് കൂട്ടട്ടെ. നേക്കാൾ നല്ല ഇങ്ങനെ ഓടുന്നയാ. ഞാൻ എന്തൊരു മന്ദബുദ്ധിയാടാ ഞാൻ. നമുക്ക് കടക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല. നമുക്കത് മിക്കവാറുമേ നമുക്കത് കടക്കാൻ പറ്റുള്ളൂ. എനിക്ക് പൂർണ്ണ ഉറപ്പില്ല. ഇനി ഇതെങ്ങനെ ആക്കി? എന്തോ കരോട്ടയോ? കരോ. സ്പീഡ് ഉണ്ടെങ്കിലും കുഴപ്പമാണ്, സ്പീഡ് ഇല്ലെങ്കിലും കുഴപ്പമാണ്. കടക്കാൻ പറ്റുമായിരുന്നല്ലേ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട്. നല്ല അഹങ്കാരമായിരുന്നു എന്തോന്ന് എനിക്ക്. ഇതെങ്ങനെ കളി മനസ്സിലായില്ല. ഇവിടെ എത്ര പിന്നെ കിട്ടും? പിന്നെ കളയണോ? പോയി നോക്കാം. ചത്ത് വേണ്ടായിരുന്നു. നമുക്ക് ഒന്നും കൂടെ പോയി ഇച്ചിരി പൈസ കളക്ട് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് 40 നമുക്കൊന്നും കൂടെ ഓടാം. അയ്യോ പോണ്ട. നിൽക്കാം. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി നമുക്ക് 5 സ്റ്റേജ് ഇപ്പം നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുമെന്ന്. എങ്ങനെ സുഖമായിട്ട് നല്ല സുഖമായിരുന്നു. 120 പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടിയേനെ. പോയ ഇപ്പം ചത്തേനെ. ആ കടന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ പൊട്ടിക്കൂടാ കളവാ. റോബക്സ് എടുക്കണോ? പിന്നെ എടുത്ത് ഗൈസ്. ഇനി നമുക്ക് 1.1K നമുക്ക് ലഭ്യമാണ്. നമുക്ക് പറക്കാം. സരോജ എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്ക് ഇങ്ങനെ ഓടിയാൽ പോരാ. അപ്പം നമ്മുടെ സ്പീഡ് കൂടും. മറ്റേ എക്സൈറ്ററിനകത്ത് കയറിയാലും വലിയ സ്പീഡ് കാണത്തില്ല. എടി കിളവി തള്ളേ, നീ എന്നെ കൊല്ലുമല്ലേടി. ഇതെങ്ങനെയുണ്ട് നമ്മുടെ ബാക്കിലത്തെ വാല്? ഇതൊക്കെ എങ്ങനെ മാറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കതറിയില്ല. മൈൻഡ് ഇങ്ങനെ വരെ വന്നെങ്കിലേ അതിനുള്ള കഴിവ് എനിക്കുണ്ടായിട്ടല്ലേ. മൈൻഡ്
ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞല്ലോ. ഇവനെ എനിക്ക് പൊട്ടിക്കണം, ഈ കളവനെ ഇവനെ. നീ വെറും നൂമ്പാടാ, നീ വെറും നൂമ്പ്. എൻ്റെ അത്ര ഉള്ളവനാരും ഇല്ല, നീ വെറും നൂമ്പ. അവൻ ഇവള് വരുന്ന നോക്ക്. പൈസ കളത്തി തന്നെ ഞാൻ പോകുന്നത്. എൻ്റെ ഉള്ള അടി മൊത്തം വാങ്ങിക്കൊണ്ട് വരും. അത് സ്വാഭാവികം ഗൈസ്, നമുക്ക് സ്വാഭാവികം. അത് നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു മിനിറ്റും കൂടെ സമയം ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തോറ പൊടി ആയോ. നമുക്ക് ഇങ്ങോട്ട് ചടാം. ഇവിടെ എന്തുവാടാ അത് അങ്ങനെ. നമ്മൾ എത്ര വട്ടം കഷ്ടപ്പെട്ടു, ഒറ്റ വട്ടം കൊണ്ട് ഞാൻ എൻ്റെ അപ്പുറത്ത് പോയിട്ടുള്ളൂ, 1 2 വട്ടം. അതിനകത്ത് എല്ലാ ടെസ്റ്റ് സമയത്തും നമ്മൾ വീഴുവാടേ. എന്തൊരു കളി. നമ്മൾ സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നം കാണാൻ മൈക്കില്ലാത്തതുകൊണ്ടായി. ഓക്കെ, അതൊന്ന് അടഞ്ഞ് തുടങ്ങട്ടെ, എന്നിട്ട് പോവാം. എന്തോ പേടി പോലെ. ഓടിക്കോ. ഓക്കെ, സെറ്റ് മസാ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എടാ അത് പോയി. എനിക്കിനി കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 39 സമയം. 39 സമയമായി കേട്ടോ ഗൈസ്, നമുക്ക് 39 സമയമായി. ഓക്കെ, 39 അല്ലേ, 39 ലെവലായി. ഓക്കെ, നമുക്ക് 40 നമ്മുടെ ഈ ഒരു ഗെയിം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 39 ഇപ്പോൾ ആവും. ഒറ്റ പോക്ക് പോയത് കണ്ടോ അവിടെ, ഒന്നും നോക്കിയില്ല, അവിടെ പറന്ന്. കഴിയില്ലാത്തവർക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ചത്തില്ലേ? എനിക്കത് ഓടി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതെങ്ങനെയുണ്ട് കളി? അത് വൈഫൈ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലയോ, ഇപ്പം ചത്ത്. ഇപ്പം ഓക്കെ, ഇപ്പം റെഡിമെയ്ഡ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. നേരത്തെ ഓക്കെ ആയായിരുന്നു, ഇപ്പം റെഡിമെയ്ഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നൂബായിരുന്നു, പിന്നെ നമ്മൾ ഹാക്കർ ആക്കാൻ പോകാം. ഇപ്പോൾ നമ്മൾ പ്രോ അല്ലേ, ഇനി നമുക്ക് ഹാക്കർ ആവണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെനിക്ക് കിടക്കണം അവിടെ, ഇതെനിക്ക് കിടക്കണം. ആരാ പോയേ അത്രയും സ്പീഡ്? അതൊക്കെ എങ്ങനെ സ്പീഡ് കിട്ടുന്നല്ലേ? നമുക്ക് ഇത് എടുത്തോണ്ട് പോവാം. എടാ വിന്നെടുക്കാൻ പറ്റിയിട്ടടാ. വിന്നെടുത്തു കഴിഞ്ഞാൽ എനിക്ക് 40 അത് എടുക്കാമായിരുന്നു. ഷിറ്റ്, ഇപ്പോൾ 12 വെച്ചാടെ കിട്ടുന്നത്, നമുക്കതൊന്നും കിട്ടുന്നില്ലടാ. എടാ എൻ്റെ സ്പീഡിൻ്റെ പ്രശ്നമായിരുന്നു. ഷിറ്റ്, അവൻ നടുക്ക് കയറി നിന്ന് കേട്ടോ. അവൻ ചത്ത്. അവൻ എൻ്റെ നടുക്ക് കയറി നിന്നുകൊണ്ട് അവനാ ചത്തത്, ഇല്ലെങ്കിൽ ഞാൻ ചാവത്തില്ലായിരുന്നു. വയസ്സ് ഓക്കെ, ഇത് രക്ഷപ്പെടണം. ഓക്കെ, ഇതെനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എനിക്ക് ആ പൈസ കിട്ടണം, അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, നമ്മൾ ചാടി പൈസ കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ 1K 2 പോയിൻ്റ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓടിയിട്ട് ഇപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എവിടേക്ക് ഇപ്പം 40 ആവും ഗൈസ്. ഇപ്പം 40 യാസ് മോനി 40. ഇനി നമുക്ക് വേണ്ടേ ഇതിനകത്ത് ഓടാം. 40 ഗൈസ്. ഇപ്പം നമുക്ക് 18 വെച്ച് കയറുന്നുണ്ട്. ഇതിനകത്ത് എത്ര വെച്ച് കയറുമായിരുന്നു? ഇപ്പം നമ്മളിത് 7 ലക്ഷം രൂപ എടുത്ത് വെച്ച് 8 കയറുമായിരുന്നു. അപ്പം നമുക്ക് അതും കൂടെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 19 വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡ് വെച്ചപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറക്കാൻ പോവാ. ഓ ഷാ, എന്തൊരു സ്പീഡ് എനിക്ക് ഗൈസ്. ഇപ്പം എനിക്ക് ഭയങ്കര സ്പീഡ് കേട്ടോ. നമുക്ക് റീബർത്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എത്ര വേണം? ഇനിയൊരു ലെവൽ 50 ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഞാൻ പാർട്സിനായിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കുറേ പാർട്സ് ഇടുന്നതായിരിക്കും.
പാർട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളതൊക്കെ കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചെന്ന് സ്റ്റേജ് 5 എങ്ങനെയെങ്കിലും ഒന്ന് കടക്കാം ഗൈസ്. ഓക്കെ, സ്റ്റേജ് 5 ഒക്കെ ഭയങ്കര പാടാട്ടോ. എടാ സ്പീഡ് ഇടുന്നുണ്ട്, ചാടുമ്പോൾ സ്പീഡ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് തകർക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമ്മൾ വരുന്നതായിരിക്കും.